Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ കോൾഡൊക്കെ പിടിച്ച സൈഡാണ്. അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെയുള്ളത്. ആരും പ്ലീസ് ഡോണ്ട് മൈൻഡ്. സൗണ്ടൊക്കെ ഫുള്ളും പോയി കിടക്കുക. കുറേ ദിവസമായി. ഇപ്പം കുറച്ച് നല്ലോണം ഡേ ബൈ ഡേ കുറയുന്നല്ല, കൂടി വരികയാണ്. ഷുട്ടൂനും കോൾഡൊക്കെ പിടിച്ച് ഭയങ്കര സൈഡാണ്. എഴുന്നേറ്റിട്ടില്ല ആള്. എഴുന്നേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കള്ളക്കുട്ട്. ഒരു ഗുഡ് മോർണിംഗ് പറയോ? അവൾക്കും നല്ല പോലെ കോൾഡ് ഉണ്ട്. അവൾക്ക് മൂക്കൊലിപ്പാണ് അധികം. മൂക്കിൽ ഫുള്ള് അടഞ്ഞ് മൊത്തം സൈഡാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഡെയിലി വ്ലോഗാണ്. കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എന്നാലും കുറച്ച് ചെറിയ പുറത്തു പോകാനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പോകാം? അച്ചമ്മ ചായ കുടിച്ചു. അച്ചമ്മ ചായ ഓട്ടി ബ്രഷ് ഓട്ടി. ബാവക്ക് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യട്ടെ. നല്ല ഫേഷ്യൽ. അതാ താഴെപ്പോയാ ഷുട്ടുപ്പി ബ്രഷൊക്കെ ചെയ്തു. ഇനി നമുക്ക് പാമ്പിയൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവണം. ഡ്രസ്സ് ഇടണം അല്ലേ? നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. ചാച്ച പറ, ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ബാവക്ക് വേണം. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്രാങ്കി ആയിരിക്കും ഷുട്ടു. കുറച്ച് ടൈം എടുക്കും അതൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഓരോന്നിന് വാശി പിടിക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചായ ഇടാമെന്ന്. അങ്ങനെ എനിക്ക് ചായ ഇടാൻ പോയി. അവൾ കുറച്ച് കഴിഞ്ഞിട്ടേ എന്തായാലും കഴിക്കുള്ളൂ. അതിനിതാ എൻ്റെ ചായ റെഡിയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നൂൽപുട്ടും വിത്ത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇതിൻ്റെ അകത്ത് ഇന്ന് വെറൈറ്റിക്ക് അമ്മ എഗ്ഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അതിനിതാ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മീൻ വന്നു, ഫിഷ്. പിന്നെ ഷുട്ടിന് വേറെ ഒന്നും വേണ്ട, അവൾ ഭയങ്കര ഫിഷ് പൊരിച്ചാണ്. അത് വാങ്ങിക്കാൻ വേണ്ടി ഓടുക. ഫിഷിൻ്റെ രവിയങ്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ് രണ്ടാളും കൂടി. നല്ല അടിപൊളി കറി. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഇനി ഷുട്ടൂന് കൊടുക്കണം. കൊച്ചു കഴിച്ചോ? കുറച്ച് പ്ലീസ്. നമുക്ക് മരുന്ന് കുടിക്കണ്ടേ? നമുക്ക് മൂക്കിൽ മരുന്ന് ഉറ്റിക്കണ്ടേ? അപ്പൊ ഫുഡ് കഴിക്കണം. കൊച്ച് ഷുട്ടിന് ഫുള്ള് കോൾഡ് പിടിച്ച സൈഡായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര അലമ്പാണ് ഇപ്പോൾ. വേണം കുറച്ച്, വേണ്ട. അങ്ങനെ നമ്മൾ ബീനാൻഡി രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഷുട്ടു ഇങ്ങനെ ചുമ്മാ നടക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബീനാൻഡി വന്നാൽ പിന്നെ എപ്പോഴും പുറത്തിറങ്ങി നടത്തം നിർബന്ധം. അങ്ങനെ ഷുട്ടു മരുന്ന് കുടിച്ചു, മൂക്കിൽ മരുന്നുറ്റിച്ചു.
പിന്നെ കുറച്ച് സമയം പാല് കുടിച്ചു. ഭാവിക്ക് വയ്യ പനിച്ചു അവര്. പനിയില്ല, കോൾഡാണ്. ഇന്നെന്തേലും മീന്, ഇതെന്തേലും മീനായില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഷുട്ടുവിന് സ്നാക്സ് ആയിട്ട് കുറച്ച് റാഗി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ കോൾഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും കഴിക്കാൻ അങ്ങനെ ഒരു താല്പര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ റാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷുട്ടുപ്പി റാഗിയൊക്കെ കുടിച്ചു. എനിക്ക് കുറച്ച് ക്ലീൻ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അവൾക്ക് റാഗിയൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്തൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളെ കിടത്തി ഉറക്കി. എന്താ പറയുക, ഭയങ്കര ക്രാങ്കി ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആൾ എഴുന്നേറ്റു. ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തു പെട്ടെന്ന് തന്നെ. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഞങ്ങൾ സ്ഥിരം മുറ്റത്തേക്ക് കളിക്കാൻ ഇറങ്ങുകയാണ്. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചപ്പിലൊടിച്ചു കളിച്ചിട്ടു. അതേതാ കാക്ക, അതേതാ ചുട്ടു പക്ഷി? അന്ന് ചുട്ട നമുക്ക് നോക്കാലോ. ബാ എടാ പ്രാവ് ചുട്ട. ചെപ്പ് വേണോ? ഭാവിക്ക് ചെരുപ്പൊന്നുമില്ല. ചുട്ടു ബേബിക്ക് ചെരുപ്പ് വേണോ? എന്നത് ഇത് എവിടെയാ പോനെ ശുണ്ടരി? ശുണ്ടരി മണി എവിടെയാ പോനെ? എൻ്റെയും ഷുട്ടുവിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്തിൽ നിന്ന് കുറേ നേരം കളിച്ച് പിന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് കുളിക്കാൻ വന്നു. അമ്മ എടുക്കാം. അതിന് ഞങ്ങൾ കുളിച്ചു. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. നമ്മുടെ ഇവിടെ വടകര സൈഡിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അറിയുണ്ടാവും. നമ്മൾ ഓർക്കാട്ടേരി ചന്ത കാണാൻ പോവുകയാണ് അല്ലേ. എന്തിനാ പോണേ? നമ്മളെന്താ വാങ്ങിക്കുക? ചന്തയിൽ പോയി നമ്മൾ ബോൾ വാങ്ങാൻ പോവാ. ഞങ്ങളുടെ ബോൾ പൊട്ടിപ്പോയി കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പുതിയ ബോൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ വേഗം റെഡി ആവട്ടെ. വേഗം നമുക്ക് ക്വിക്കായിട്ട് റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും റെഡിയായി. ഞാൻ ക്വിക്കായിട്ട് എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തു. അതാർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും റെഡിയായി നമ്മൾ ഇറങ്ങുകയാണ് പോവാൻ വേണ്ടി. പറഞ്ഞേ ടാറ്റ പറഞ്ഞേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഹാർഡ്ലി ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് അത്രയേ ഉള്ളൂ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. നല്ല ബ്ലോക്കായിരുന്നു, നല്ല ബ്ലോക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ ഭയങ്കര വലിയ ചന്തയായിരുന്നു. അപ്പോൾ അവിടേക്ക് തന്നെ പോകാൻ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ ഡെയിലി പോകും. അപ്പോൾ ആ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. വണ്ടിയൊക്കെ എങ്ങനെ വെക്കും, എവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. വേനം നമ്മളെന്താ വാങ്ങുക ചന്തയിൽ പോയിട്ട്? എത്ര ബോൾ വേണം? 5. മൈ ഗോഡ്, 1 പോരെ? 1 പോരെ? 1 ബോൾ മേടിക്കാം നമുക്ക്. അങ്ങനെ ഇതാ അവിടെ ഒരു പേ പാർക്കിംഗ് ഉണ്ടായിരുന്നു. സോ അവിടെ വണ്ടിയൊക്കെ വെച്ച് ഞങ്ങൾ സ്ഥലത്ത് എത്തി. ഇതാണ് ഫുൾ റോഡും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ ഗ്രൗണ്ടും ഫുള്ളായിട്ട് ടോട്ടലായിട്ട് ഇങ്ങനെ കുറേ കടകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഭയങ്കര റേറ്റൊക്കെയാണ് എല്ലാ സംഭവങ്ങൾക്കും. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ അങ്ങോളം ഇങ്ങനെ തന്നെ ഡെക്കോറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ളതിനേക്കാളും നമ്മൾ തിരിച്ചൊക്കെ കണ്ടു വരുമ്പോൾ പിന്നെ നടക്കാൻ പറ്റാത്ത അത്രയും ആൾക്കാരായിരുന്നു ഫുള്ളും. ഷുട്ടുവാണെങ്കിൽ ഫുള്ള് കളേഴ്സൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ ഒരു താറാവിൻ്റെ ഷേപ്പിലുള്ള ഒരു ചെറിയ റൈഡ് കണ്ടു. അപ്പോൾ അവൾക്ക് അതിൽ കയറണം, ഈ ഒരു സംഭവം. അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോഴല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ സ്ഥലത്ത് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. 80 റുപ്പീസായിരുന്നു പെർ പേഴ്സൺ. കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ആദ്യം കയറിയപ്പം കുറച്ചൊരു ഓക്കെ മൂഡിലൊക്കെ ഇരുന്നു. അവൾ വിചാരിച്ചു പെട്ടെന്ന് തീരുന്നു. പിന്നെ തീരാതായപ്പോൾ പിന്നെ ആൾക്ക് കുറച്ച് ടെൻഷനായി. പിന്നെ എൻ്റെ അടുത്തേക്ക് ചാടി. പിന്നെ ലാസ്റ്റ് നിർത്താൻ പോകുമ്പോൾ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടിയല്ലേ, പിന്നെ അങ്ങോട്ട് ശരിയായിക്കോളും. അങ്ങനെ ഞങ്ങൾ ആ റൈഡിൽ ജസ്റ്റ് ഒന്ന് കയറി.
അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഞാൻ മെയിനായിട്ട് അലുവ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അലുവയും കുറച്ച് പൊരിയും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഷുട്ടു വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അവൾക്ക് ബോള് വേണം. അവളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബോൾ ഉണ്ടായിരുന്നു ആക്ച്വലി, അത് പൊട്ടിപ്പോയി, അത് അവൾ തന്നെ പൊട്ടിച്ചു. അപ്പോൾ ആ ബോൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ വന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട്. ഇങ്ങനത്തെ കിഡ്സിന് കളിക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവൾ ഭയങ്കര ചെറുതായതുകൊണ്ട് ഇവളുടെ ആ ഏജിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ വെള്ളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ സാധനമായിരുന്നു ഈ ബബിൾസിൻ്റെ സംഭവം. ഇതെനിക്ക് എവിടെ പോയാലും വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ട് അവളെ എല്ലാം കാണിച്ച്, അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ പോകാൻ. ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകണം, പക്ഷെ അവൾ എന്തായാലും കയറില്ല ഒറ്റയ്ക്ക്. അവൾക്ക് ഞാനും കൂടെ പോകണം. എന്നെ പിന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാം നടന്ന് കണ്ട്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, സന്ധ്യയായിട്ട് വരുമ്പോൾ നമ്മുടെ ആകാശത്തുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ, ആ ഈവനിങ്ങിലത്തെ ആ ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ആകാശത്തൊട്ടിലും ജെയിൻ വീലിൻ്റെ ആ കളറും ലൈറ്റ്സൊക്കെ വരുമ്പോഴായിരുന്നു ശരിക്കും രസം കാണാനായിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഈവനിങ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഫുള്ളി ലൈറ്റൊക്കെ ഓണായതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അതുവരെ ഇങ്ങനെ ഓരോ കടയിലും കയറി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. കണ്ടില്ലേ, ആകാശത്തിൻ്റെ ആ ഒരു കളറും ഈ ഡെക്കോറും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചായ കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിതാ ചന്തക്കൊക്കെ പോയി വന്ന് ഇപ്പം വീട്ടിലെത്തി. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കണം. പിന്നെ ഷുട്ടു കുറേ നേരം കളിക്കും. അവൾക്ക് എന്തായാലും 12 മണി ക്ലോക്കിൽ കാണാണ്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു, കുറേ നേരം കളിക്കുന്നു, എന്തെങ്കിലും ഫോണിൽ കാണുന്നു, ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.